സ്വാമികളൊന്നും ശരിക്കും ഞാൻ പറഞ്ഞ സ്വാമികളാ സോമിയാ ജോള് എല്ലാവരും സ്വാമികളൊന്നും ശരിക്കും ഞാൻ പറഞ്ഞ സ്വാമികളാ സോമിയാ ശുക്ലാനന്ദര സ്വാമി ഒന്ന് ഹലോ 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 എന്താണ് ഇവിടെ ബഹളം എന്താണ് സ്വാമി ശുക്ല എനിക്ക് ഇവിടുത്തെ ശബ്ദം പിടിക്കുന്നില്ല ശുക്ല. ഇവിടെ പാട്ടില്ല സ്വാമി. അയ്യതെന്താ ബൊമ്മക്കുട്ടികളാ സ്വാമി? ബൊമ്മക്കുട്ടി ഇത് ബൊമ്മ പണി സംസാരിക്കുന്ന ആരാണ്? സംസാരിക്കുന്നുണ്ട്. അല്ല ഈ കണ്ണാടി വെച്ച പുള്ളി ഈ പുള്ളിയൊന്നും മിണ്ടാതിരിക്കണം. ഈ സംസാരിക്കുന്നില്ല. ഗുലാബ് ജാമുൻ വെച്ച പയ്യന്റെ അടുത്താണ് പറയുന്നത്. ഈ കണ്ണാടി വെച്ച പുള്ളി എന്താണ് പേരെന്താണ്? എന്റെ പേര് ഷെയ്ഖ്. ഓക്കെ ഓക്കെ. സ്വാമിന്റെ പേരെന്താണ്? ഇത് എന്റെ പേര് പറയുന്നതിന് മുമ്പേ ഈ തോളത്തിരിക്കുന്നത് വെറും ബൊമ്മയല്ല, മനസ്സിലായില്ലേ? ചുമ്മാ കേറി ചൊറിഞ്ഞു കഴിഞ്ഞാ കണ്ണും പൂട്ടി മന്ത്രം ജപിച്ചളയും. നമ്മളല്ല, മേളിന്ന് ആര് കരടിയാ? ശരി കാണടാ കാര്യത്തെ. കക്കാശി ബൈ ബൈ. എന്റെ പേര് ശുക്ലദേവൻ പറഞ്ഞു. ശുക്ലദേവ അതാരാ ബാക്കില്? ഇതാരാ അസിസ്റ്റന്റ് ആണോ സ്വാമി ബാക്കില്? നമ്മുടെ സ്വാമി എല്ലാം ആണെന്നാ? അപ്പൊ സ്വാമിക്ക് ഭാര്യയല്ലേ സ്വാമി? ഇല്ല ഭാര്യ, നമ്മള് നിത്യ ബ്രഹ്മചാരിയാണ്, മനസ്സിലായി? അതുകൊണ്ടാണ് ഇയാളെ കൊണ്ടെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ നമുക്കറിയില്ല. നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാ ബ്രോ. അല്ല സ്വാമി സൂക്ഷിക്കണം, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നാക്ക് അവസാനം ഹലോ സ്വാമി 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 ഹലോ. അവര് വലിയ സ്വാമികളാണ്, മറ്റേ അഞ്ചരക്കണ്ടിന്നാണ്. അഞ്ചരക്കണ്ടിന്ന് സംസാരിക്കാൻ പാടില്ല. ഇല്ല ഞമ്മ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കളിയൊക്കെ അവര് മനസ്സിലായി. അവരിന്ന് ശപിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങി മറ്റേ കുരുമുളക് പോലെ അത്ര ചെറുതായി പോകും. പേടിക്കണ്ട, ഇയാൾ അതിന് മാത്രമൊക്കെ പവർ ഉണ്ട് ഇയാൾക്ക്. നമ്മള് ഗ്യാങ് തുടങ്ങാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു ഞാൻ പറയട്ടെ, ഞാന് മനസ്സിലായി ലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കുക്കുടാനന്ദര സ്വാമിനെ വരെ കണ്ടു പരിചയിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സ്വാമികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. എടാ കൊറേ സ്വാമികൾ തട്ടിപ്പിന് ഇറങ്ങിയടാ. സ്വാമികൾ കൊറേ എണ്ണം തട്ടിപ്പിന് ഒരു സ്വാമിന്റെ പേര് കേട്ടില്ല, ശുക്കൂർ ശാന്തി. എടാ ശുക്കൂറല്ല, എന്താണ് ശുക്ലാന്തരാണ്, ശുക്കൂർ സ്വാമി അല്ല. പക്ഷെ ആ സ്വാമിയുടെ പ്രത്യേകത, ആ സ്വാമി ശപിച്ച ഷെയ്ഖിന്റെ ശുക്ല നിന്നു പോവും. അതുകൊണ്ട് മിണ്ടാതിരിക്കും. അതുകൊണ്ടാണ് ശുക്ലാന്തരം എന്ന് പേര് വന്നത്. ഹലോ സാമി എന്നോട് ക്ഷമിക്കണം, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ക്ഷമിച്ചേക്കണേ. എന്റെ ബ്ലൂവിന്റെ അടുത്ത് ക്ഷമിക്കണേ. ബ്ലൂ ആരാന്ന്? ഇതൊക്കെ വെറുതെ ആണെന്നാണോ വിചാരിച്ച ഷെയ്ഖ്? അല്ല, ബ്ലൂ എനിക്ക് മുമ്പേ അറിയുന്ന ഒരു കുട്ടിയായിരുന്നു ആക്ച്വലി. എന്റെ അതെ, എന്റെ ബ്ലേക്കിന്റെ ലവറായിരുന്നു ആക്ച്വലി. എന്റെ ഇത് നല്ല ബ്ലൂ. ഇത് ഈ സ്വാമിന്റെ പേരെന്താ സ്വാമി? ഇവിടെ ഞങ്ങൾക്കൊരു ശിവം ശുക്ലം. ശിവൻ ശക്തി അല്ല, ശിവം ശുക്ലം വന്നു. എന്തൊക്കെയാ സർട്ടിഫിക്കറ്റ് ഓഫ് ഒതന്റിസിറ്റി ഉണ്ടോ? നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇല്ല, മനസ്സിലായോ? കൊറേ പ്രായമുണ്ട് സ്വാമി. അങ്ങനെ ഭയങ്കര വലിയ ശബ്ദമുള്ള ആളാണല്ലോ പുള്ളി. 100-150 വർഷത്തോളം സംസാരിക്കുന്ന പുള്ളി. മറ്റേ ഒന്ന് സൗണ്ട് കുറച്ചാണ്. നിന്റെ ഭയങ്കര വന്ന് നമുക്ക് ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ഷൗട്ട്. നിർത്തിക്കളഞ്ഞാലോ? എന്ത് പറയുന്നു? നിർത്തിക്കള.
നിർത്തിക്കളയണോ? അല്ലെ മോനെ വിളിച്ചെന്തിനായിരുന്നു മോനെ നമ്മള് ഇവിടെ ശുക്ലാനന്ദ സ്വാമി ശുക്ലാനന്ദ സ്വാമി ഇത് ശരിക്കാ. വിളിച്ചത് നമ്മുടെ ഗ്യാങ്ങിന്റെ നന്മയ്ക്ക് വേണ്ടി വിളിച്ചത്, നമ്മളെ ശാപമൊക്കെ ഒഴിവാകാൻ വേണ്ടിട്ട്. പൂജ നടത്തണ്ടേ? പൂജ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പൂജ പൂജ നടത്താൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്താ സ്വാമി? എന്ത് പറ്റി സ്വാമി? ഇവരുടെ സംസാരങ്ങളൊന്നും ശരിയാവുന്നില്ലല്ലോ, എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെയാണ്. ഇല്ല ചാമി നടക്കണം. അല്ല ശരിക്കും ഒരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളൊന്ന് ഇരുത്തി ഇത്ര പ്രായമായ അല്ലല്ല സ്വാമി ഇരിക്ക്. ഇത് സ്വാമി ആക്ച്വലി ഇത് നമ്മളെ പ്രോപ്പർട്ടി നമ്മളെ സ്ഥലം ഒന്നല്ല, നമ്മൾ ചുമ്മാ ചില്ലാവാൻ വേണ്ടി വന്നതാ. സ്വാമിക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. കാരവാനിൽ ഇരിക്കണോ? അല്ലല്ല ആ എന്നാ സ്വാമി ഇവിടെ ഇരിക്കും. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ആ പറ. സ്വാമി ഒന്നും ഇവന്മാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല, ഇതെല്ലാം പക്കുണ്ടായിപ്പാണ്. ഇത് ഉടായ്പാണോ? മാക്കിന്റെ ശുക്ലാമണിയില് ശുക്ലം വരൂല, മിണ്ടായി. അതല്ല ശരിക്കാൻ എന്റെ ഡൗട്ട് അതല്ല. ഈ സ്വാമി എന്നൊക്കെ പറയുമ്പോ ചെരുപ്പ് അല്ലെങ്കിൽ ചെരുപ്പാണല്ലോ, ഇത് അഡിഡാസിന്റെ ഷൂ എല്ലാം ഇട്ട് വന്നത്. എടാ അത് ഓരോരുത്തരുടെ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഓരോരുത്തരുടെ ശാപന്മാരെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. എടാ അപ്പൊ നമ്മളെന്ത് ഗിഫ്റ്റ് കൊടുക്കുക? നിങ്ങളത് പൂജ ചെയ്യിപ്പിച്ചു തോളില് കയറി നടന്നോ നോക്കിയേ? എല്ലാരും കൂടെ അലക്കല്ലേ, സ്വാമിമാർക്ക് ഡിസ്റ്റർബൻസ് ആണ്. ശരിക്കും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ബിലാലിന്റെ പഴയ ഷെഡ് ഉണ്ട്, അത് കൊടുക്കാം. അതല്ലേ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അയ്യോ ശാപം തരല്ലേ. ഞാൻ ഇപ്പൊ ഇറങ്ങി നോക്കി. എല്ലാരും ഞാനവിടെ പോവും. ജപം ഞാൻ തുടങ്ങി തരാം. സ്വാമി നമ്മള് ഇവിടെ ഒരു പറയൂ. എടാ അല്ല നമ്മളിവിടെ അവനെ എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് മനസ്സിലായി സ്വാമി. നമ്മളിവിടെ ഒരു ഫാമിലിയായി വലിയൊരു ഫാമിലി ആയിക്കൊണ്ട് കഴിഞ്ഞോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി. പെട്ടെന്ന് കുറച്ച് സാങ്കേതിക തകരാറ് മൂലം നമ്മളത് ഫാമിലിയൊക്കെ വിട്ട് നമ്മള് പുറത്തിറങ്ങി. ഇപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലുള്ള 40-45 പേര് ഇപ്പൊ 2 കുടുംബങ്ങളായി പിരിഞ്ഞു ഞങ്ങളിപ്പോ. ആരാണത്? ടക്കായി. ഒരു കാരണം ഇതാണ് കാണാൻ പറ്റൂ. അല്ല അപ്പൊ അത് രണ്ടാമത്തെ കാര്യം. അല്ല നമ്മള് ഇപ്പോ എന്താ വെച്ചാ ഒരു പുതിയ കുടുംബം, ഒരു പുതിയ ഫാമിലി ആയിട്ട് ഏത് കേക്കത്തില്ല ശരിക്കും അയക്കടക്ക് ഞാനിൽ എന്ത് നല്ലേ ശരിക്കേ. അല്ല അല്ല ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി വന്നോണ്ടിരിക്കണത്. സത്യം. അല്ല അപ്പൊ സ്വാമി നമ്മളെ കുടുംബത്തിന് നമ്മളിപ്പോ ഒരു പുതിയ ഫാമിലി ആവാൻ പോവാണല്ലോ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട്. അപ്പൊ അതിന് ഒരുപാട് പ്രശ്നങ്ങള്, ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങളാണ് നമ്മളെ കുടുംബത്തില്, കുടുംബം ആവുന്നതിന് മുമ്പ് തന്നെ ഉൾവിളികൾ വരുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരത്തെ ഉൾവിളി വന്നിട്ടുണ്ട് എനിക്ക്. അല്ലേ ശുക്ലം? ഉൾവിളി ഇത് നമ്മള് കണ്ണടയ്ക്കുമ്പോ നമ്മുടെ ധ്യാനത്തിൽ വരും. അത് മനസ്സിലായില്ലേ? ഈ ഫ്രണ്ടിൽ കിടന്ന് കത്തുന്ന അഗ്നിക്ക് വരെ പറയാനുണ്ട് ഓരോ കാര്യങ്ങൾ. അതാണ് നേരത്തെ ഈ സൈഡിലുള്ള ഈ ചുമന്ന മൂച്ച എന്തോ ചകരിമുടി തരക്കാരൻ കത്തിപ്പോയത്. മനസ്സിലായി? എനിക്ക് പേരറിയാം, പറയണ്ട. ഇനി അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. ചില കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുള്ള പിള്ളേരുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ. അതിൽ ഒന്നാണ് ഭാഷ. ഭാഷ. പിന്നെ വെളുത്ത മുടിയുള്ള ആരുടെ ഒരു പേര് എന്റെ തലയിൽ വരുന്നുണ്ട്. എന്താ ബ്ലൂ ഹെൽമെറ്റ് വെച്ചെന്നോ? അയ്യോ ഫ്ലഫി ഇട്ടു ആ സമയത്ത് ടക്കായി ഫ്ലഫി ഒരേ സമയം. അതില്ല, അതിനെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്വാമി പറയൂ. എനിക്കുള്ള ശാപം 5ാം കാൽ ശാപമാണോ? അല്ലല്ല, അത് അതിന് തീരില്ല, ഒരിക്കലും തീരില്ല. അതിനും വലുതാണ് തനിക്കുള്ള ശാപം. തനിക്കുള്ള ശാപത്തിന് താൻ തീജ്വാലയെ കിടന്ന് നൃത്തം ചെയ്യണം, എന്നാലേ അത് അവിടെ കിടക്കേണ്ടി വരെ ഫ്രൈ ആവും. അല്ല ഈ ബ്ലൂ എല്ലാം പറഞ്ഞു തരുമോ? ബ്ലൂ എല്ലാം പറഞ്ഞു തരത്തില്ല, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രൗസർ ഇട്ടോടി തുണീന്റെ ഉള്ളില്, അത് ആവശ്യമില്ലേ? ഇല്ല, ആവശ്യമില്ല. ഫ്രീ എയർ. എടാ നമ്മൾ ഇത്ര നേരം ഇവിടെ എല്ലാരും ഇരുന്നിട്ട് ഞങ്ങള് മോത്തേക്കല്ലടാ ഡാഡി നോക്കി. നീ എന്തിനാ അതിലെ മറ്റേ ഇത് നോക്കണം, ബൈനോക്കുലർ വെച്ച് നോക്കണം എന്തിനാ? അതല്ല ശരിക്കും ഈ തീജ്വാലക്കും ഒരു കഥ പറയാണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കിയതാ. നോക്കുമ്പോ
ഒരു അഗ്നി ഈ അഗ്നി കൊണ്ടാണ് ഞാൻ പുഴുവിന്റെ കണ്ടത്. പേരെന്താണ്? ഈ തറയിൽ കിടന്ന് എഴുതുന്ന പുഴുവിന്റെ പേര്? അല്ല അല്ലല്ല മറ്റേ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ കടന്നു വരുള്ളൂ, അതിന്റെ ഒരു വകഭേദമായത്. കണ്ടുപിടിക്കാം. ഹോം ക്രീം, ഹോം ക്രീം, ഹോം ക്രീമോ? കുട്ടച്ചാത്താത്. ഓ, നിങ്ങളുടെ കുടുംബത്തെ ഏറ്റവും വലിയ പിഴച്ചവൻ ചക്കായി. തന്തയില്ല കൂടി ഇല്ലെന്ന് നോക്കിയാ അങ്ങനെ എന്തോ വരുന്നുണ്ട്. അടുത്തൂടെ പോയി. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഫിറോസും ഡാനിയും കുണ്ടന്മാരല്ലേ? അത് ശരിയാണ് ബ്ലൂ പറഞ്ഞത്. ബ്ലൂ ബ്ലൂ എനിക്ക് അപ്പൊ ഉത്തരം തരും ചെവിയില്. ശരിയാണെന്ന് പറഞ്ഞു. ഈ കുടുംബത്തിന്റെ ഐശ്വര്യം ബ്ലേക്ക് എന്ന് പറഞ്ഞെടുത്തല്ലേ? അല്ല അത് എനിക്ക് ഞാൻ വേറെ ഒരു പുള്ളിയുടെ പേര് ഞാൻ കാണുന്നു മനസ്സിൽ. ഈ കുരിപ്പെന്നൊന്നും പറയല്ലേ? ഓ, അത് അങ്ങനെ എന്തോ ആണ്. കുരിപ്പെന്ന് ഉറുപ്പിടജി അങ്ങനെ ഒരാള് അങ്ങനെ ഒരാള് നമ്മളെ ഫാമിലി ഇല്ല സ്വാമി. ഇല്ല ഒരാളുണ്ട്. എന്റെ ബ്ലൂ സ്വാമി ശുക്ലം സ്വാമിജി പറയൂ. ഒരാളില്ലേ? അങ്ങനെ ഒരാളുണ്ട്. അല്ല പുള്ളി ഉണ്ടായിരുന്നു. ഇതെന്താണ്ടി ഇത്? പുള്ളി പോയപ്പോ ഐശ്വര്യം വന്നു. ഇടയ്ക്ക് എന്തോ പറയുന്നുണ്ട് ബ്ലൂ. എന്താണ് ഐശ്വര്യത്തിന് കാരണം കുറുപ്പാണ്. കാരണം കുടുംബത്തിൽ നിന്ന് പോയപ്പോഴാണ് ഐശ്വര്യം അല്ല വന്നത്. കുറുപ്പ് നല്ല ഐശ്വര്യക്കാരനാണ്. ബ്ലേക്ക് ഉണ്ടെന്ന് ബ്ലൂ പറയുന്നുണ്ട് കുറിപ്പിന്റെ കൂടെ. അല്ല ജയജനെ കുറിച്ച് ഇല്ല അത് കൊള്ളത്തില്ല. ആദ്യമേ പറഞ്ഞു ബ്ലൂ ഫോൺ കോളിൽ കേട്ടപ്പോ പറഞ്ഞു. അയ്യോ സ്വാമി മാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിണ്ട് നമ്മളെ. മാക്ക് നല്ലൊരു വ്യക്തി ആണെന്നല്ല പറയുന്നത്. പക്ഷെ ആവാം, നല്ലൊരു വ്യക്തി ആവാം, പക്ഷെ അല്ല. പക്ഷെ നിലവിലല്ല. പക്ഷെ നല്ലൊരു വ്യക്തിയാണ്. ആണ് ഏതിലോ ഒരു നിലപാട്. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ദ്രോഹങ്ങളൊന്നും ബ്ലൂ പറയുന്നില്ല. എല്ലാം നല്ലതേ ഉള്ളൂ. നല്ല കാര്യങ്ങൾ മാത്രമേ പുള്ളി ചെയ്തിട്ടുള്ളൂ. അതിന് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴും ബോഷയോ അങ്ങനെ ഏതോ ഒരുത്തെ. ബുദ്ധിയുണ്ടോന്ന് ചോദിച്ചു നോക്കൂ. ഓ, അതിന് ഉത്തരം തരുന്നില്ലല്ലോ. അത് എനിക്ക് കൺഫ്യൂഷനിലായി. സുഫൈൻ പുണ്ടച്ചുമാണ്. ഞാൻ ലൈവാണ്. അന്റെ ഈ മുട്ടമണി കേസ് തീരുമാനമാക്കാൻ എനിക്ക് നേരല്ല, മനസ്സിലായോ? എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ അപ്പൊ അതിന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയൂല. ഞാൻ ലൈവിലാ. ഒരത്തീട്ട കേസും കൊണ്ട് വരും. അതൊന്ന് കോംപ്ലിക്കേഷൻ ആയല്ലോ. വന്നേ അതും കൂടി ചോദിക്കും. മറ്റേത് ചരന്റെ കേസ് ശരിക്കും അത് അറിഞ്ഞാ ശരിക്കേ. ഹലോ കേക്കുന്നുണ്ട്. ശരിക്ക് ഒരു കോഴിയുടെയും കൂടി നമുക്ക് വേണം. ആരാണ്? നീയാണോ? അല്ലല്ല അതിന് ഒരാളുണ്ട്. മാക്ക ഒന്ന് പറഞ്ഞു കൊടുത്ത. മാക്ക ആരാന്ന്? മാക്കയാലോ? ചരണല്ലേ? വെയിറ്റ് നോക്കിയാ അടാ പുണ്ട എവിടെ വന്നിരുന്നാണ്? ഞാൻ പറയുമ്പോ ഗ്യാങ്ങിൽ എല്ലാരും കോലീഡർ ആക്കി തരാം. വെയിറ്റ് ചെയ്ത് കച്ചട്ടെ. എന്നെ വേണ്ട, ഞാൻ ഇതാക്കുന്നില്ല. നീ ഇവിടെ ഇരി. ടക്കായി കടന്ന് കാണിക്കണ്ട. ഷേക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോന്ന് ചോദിക്ക്. ഫീച്ചേഴ്സ് മൊബൈലോ? അങ്ങനെയല്ല 2 കണ്ണുണ്ടോ, ഇനി വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടോ? ഞാൻ എല്ലാം നോക്കിട്ട് എടുക്കുള്ളൂ. നീ ടെൻഷൻ ആവണ്ട. ഫ്ലഫ് ഇപ്പൊ കത്തും. സ്വാമിക്കൊന്നും പറ്റരുത്. ഹോം ക്രീം ദാനത്തിന് പോയതാണ്. ആരും പേടിക്കണ്ട. സ്വാമി ഡീപ്പായിട്ട് ദാനത്തിന് പോയതാണ്. സ്വാമിയൊക്കെ ഊമ്പി, മനസ്സിലായോ? സ്വാമി ഒരു ട്രൗസർ ഇട്ടേക്കാലേ അതും കത്തും. ഓക്കെ. ഷെയ്ഖിന്റെ കുടുംബ കാര്യത്തിലോട്ട് വരുമ്പോൾ ബ്ലൂ പറയുന്നതെന്ന് വെച്ചാൽ പണ്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആർക്ക്? ഷെയ്ഖിന്. എന്നിട്ട് ഇടയ്ക്ക് അതായിരുന്നു ഷെയ്ഖിന് ജീവിതത്തിൽ അവസാനം കണ്ട ഇഷ്ടം. ഇനി വരത്തില്ലെന്നാണ് ബ്ലൂ പറയുന്നത്. ഷെയ്ഖിന്റെ ദാമ്പത്യം നിന്നു.
സ്വാമി അങ്ങനെ പറയില്ല. എന്റെ സാമ്പത്തികം ദാമ്പത്തികം എനിക്ക് ഓണാക്കാൻ കജ്ജും. അത് ഞാൻ അടുത്തച്ച് കാണാടെ ഓണാക്കാൻ കഴിയും. പൈസക്ക് എന്ത് പോണോന്നാണ് പറയുന്നത് ഇപ്പൊ തൽക്കാലം. പൈസ അല്ല സ്നേഹം കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അത് നമുക്ക് തിരുത്തണമെങ്കിൽ ഒരു കർമ്മം ചെയ്യണം ഷെയ്ക്ക്. എന്തുവാ? സുന്നത്താണോ? അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞതാ. മിനിമം എന്റെ അറിയാലോ നമ്മുടെ പൈസ മിനിമം ഞാൻ അത് ഇപ്പൊ തന്നെ പറഞ്ഞത് ഞാൻ ാണ് മനസ്സിലായില്ലേ. ഇനിയിപ്പൊ ബാക്കിയൊക്കെ പൈസ കിട്ടണം പറയണമെങ്കിൽ. പൈസക്ക് പോണോന്ന് ഷെയ്ക്ക് ആയോണ്ട് ഞാൻ പറഞ്ഞുതരാം. പൈസ നമുക്കൊരു പ്രശ്നമല്ല. പൊങ്ങുന്നില്ലല്ലോ. എന്ത് സ്വാമി ധ്യാനത്തിലാണെന്നല്ലേ പറഞ്ഞത് നിങ്ങള്? അല്ല ഷെയ്ക്ക് പറഞ്ഞത് ജീവിതത്തിൽ ഇതൊരു പെണ്ണ് അങ്ങനെ ലവ് ആയിട്ടില്ല എന്നല്ല പറഞ്ഞ, അഫിലിയേറ്റ് ആയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അഫിലിയേറ്റാ? അഫെക്ഷനാടാ? അഫെക്ഷൻ അതായിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞേ. അതായത് മേക്ക കൊടുക്ക ഓടുന്നത് മാക്കോടി. അല്ല സ്വാമി, എന്നെ പറ്റി എന്താ അഭിപ്രായം സ്വാമിക്ക്? താങ്കൾ കുടുംബത്തെ ഒരു നാഥനാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്കളികൾ ഉണ്ടെന്നാണ് ബ്ലൂ പറയുന്നത്. അത് മാക്കായിരിക്കും, പേര് മാറി. ഷെയ്ക്കിനെ പറ്റിയാ ചോദിച്ചത്, മാക്കിനെ പറ്റി ചോദിച്ചിട്ടില്ല. മാക്കിന് നല്ല ഉത്തരവാദിത്ത ബോധം ഉണ്ട്, പക്ഷേ കുട്ടിക്കളിയും പൊട്ടത്തരവും പിന്നെ ഈ കൂട്ടത്തിലുള്ള പൊട്ടന്മാര് കൂടെ നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണെന്നാണ് ബ്ലൂ പറയുന്നത്. തക്കായി എന്നുള്ളൊരു പേര് അതിൽ തെളിയുന്നുണ്ടോ എന്ന് നോക്കിയാണ്. അതെ അതെ അതെ, ഞാൻ കൊഴപ്പില്ല മാക്കിന്റെ പേര് പൊട്ടനായിക്കാട്ടെ. പിന്നെ ഷെയ്ക്കിനെ പറ്റി പറയാൻ ബ്ലൂ കുറെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഷെയ്ക്ക് ഇതാ ഈ പൈൻ മരത്തിന്റെ മേളിൽ എത്തുമല്ലോ തല. എന്തുവാ പറയുന്നത്? ഓ അല്ല പറഞ്ഞോ, കേക്കട്ടെ ഒരു സുഖം. ഷെയ്ക്ക് ഒരു സുന്ദരനാണെന്നൊക്കെയാണ് ബ്ലൂ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ വളയുന്ന ഒരു വ്യക്തിയാണ്. എന്ത് ചെയ്യാ സ്വാമി, പക്ഷേ പെൺപിള്ളേർക്ക് തോന്നത്തില്ലെന്നാണ് പറഞ്ഞത്. പെൺപിള്ളേർക്ക് തോന്നത്തില്ലെന്നാ പിന്നെ ആർക്കാ തോന്നുന്നത്? അടുത്ത NX പുണ്ടച്ചോനെ ട്രൗസർ ഇട്ടാണ് പാന്റ് ഇട്ടാണ് നീ ബാക്കിൽ നിന്ന് ട്യൂൺ ചെയ്യുന്ന ബ്ലൂ പറയുന്നത്. മാറി എന്റെ അടുത്തുനിന്ന്. ആ പുള്ളി ഇതാണ്ട് ജെട്ടിയൊക്കെ അയ്യോ ഒന്നുമില്ല അവിടെ. അവനെ വിളിക്കണ്ട. നീയാണോടാ എന്റെ കരിനെ പറ്റി പറഞ്ഞത്? എനിക്ക് കരിയാണെങ്കിൽ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ലേ. ശുക്ലസ്വാമി ഷെയ്ക്ക് ഒരു കാമക്കണ്ണല്ലേ? ഷെയ്ക്ക് ശുക്ലം അവിടെ കിടന്നുറങ്ങിയാണ്. എന്റെ പേര് ശിവം. ശീലം എന്താന്ന്? ശുക്ല കടന്നുറങ്ങി ധ്യാനത്തിന് പോയത്. ശിവമേ കാത്തോളേ. അതെന്നെയോ? ഹലോ ഹലോ. പറഞ്ഞോ സ്വാമി. നമസ്കാരം. തിരിച്ച് വേണ്ട 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 വേണ്ട. കേക്കട്ടെ, മന്ത്രം കേക്കട്ടെ. മേക്കെ പറഞ്ഞോ സ്വാമി. നോക്കിപ്പോയി ഞാൻ കാണുന്നുണ്ട്. ഇതാണ് പറഞ്ഞില്ലേ, ഇതാണ് കുടുംബത്തെ ഒരു പ്രശ്നം. എന്ത്? ശനി കന്നാന്തര എന്തോ പറഞ്ഞു പുള്ളി. ആര്? ചെന്നിയാന്ന് ഷെയ്ക്കിന് എന്തോ പറഞ്ഞു ആ പുള്ളി. പുള്ളി ഈ മാക്കെന്ന് പറയുന്ന പുള്ളി എന്തോ ഒരു മന്ത്രം ഒന്നുകൂടെ കേക്കട്ടെ. കൂട്ടറേന്നാണോ? ആ മന്ത്രം കേട്ടില്ലല്ലേ ഷെയ്ക്ക്? ഇല്ല ഞാൻ കേട്ടിട്ടില്ല, ഇവിടെ എത്തിയില്ല. അതൊന്ന് കേൾപ്പിച്ച ആ മന്ത്രം. നിന്റെ ഈ ഗതന്റെ കേസൊന്നും എന്റെ അടുത്ത് പറയില്ല മാക്ക്. ഈ പൊന്താത്ത ഗത കാമത്തിന്റെ കാര്യമൊക്കെ ഈ പുള്ളി എന്തിനാ പറയുന്നത്? അത് മാക്കിന്റെ പൊതുവെയുള്ള സംസാരങ്ങളാണത് സ്വാമി. ഇങ്ങനെ സംസാരിക്കരുത്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മള് മാന്യമായി സംസാരിക്കുക. എന്നെ പോലെ ഒരു റെസ്പെക്റ്റഡ് ഒരാൾ ഇവിടെ ഇരിക്കുകയില്ലേ? ഓക്കെ സ്വാമി, ഓക്കെ ഓക്കെ. സഹോദര തോക്കെടുത്താത്ത് അല്ല ഈ ഫ്ലഫിനെ പറ്റി എന്താ അഭിപ്രായം സ്വാമി? ഫ്ലഫിയെ പറ്റി അഭിപ്രായം പറയാനാണെങ്കിൽ കുടുംബത്തെ തലതെറിച്ചമാരുടെ ഒരു മെയിൻ ആണെന്നാണ് പറഞ്ഞത്. ബാക്കിലിരുന്ന ഫ്രണ്ടിലോട്ടൊന്നും വരത്തില്ല. ബാക്കിൽ ഇരുന്ന് കണ്ടുള്ള പരിപാടിയാണ്.
ബാക്കിൽ ഇരുന്നുള്ള പരിപാടികളാണ്. ബാക്ക് സ്റ്റാബ്. പക്ഷെ അവസാനം എല്ലാ ഫ്രണ്ടി വരും. ലോയൽറ്റി പോയിന്റ് ഇല്ല ഗൈസ്, ലോയൽറ്റി പോയിന്റ് ഒന്നും ആയിട്ടില്ല. പൈസ പക്ഷെ നല്ല ചെറുക്കനാണ് കേട്ടോ. അയ്യോ ഒറ്റടിക്ക് പ്ലേറ്റ് മാറ്റി ചവിട്ടിയെന്ത്? പൈസ ഒമാരാണോ തരുന്നത്? അല്ലല്ലല്ലല്ല, ഞാൻ പറഞ്ഞത് പൈസയുടെ എനിക്ക് പൈസ വിഷയമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ വഴിക്ക് എനിക്ക് തണുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ക്യാഷ് എടുത്ത് വീശിയാണ് കത്തിച്ചത്. സോ അതൊരു പ്രശ്നമല്ല. പൈസേന്റെ കാര്യം പറയാം. സ്വാമി ഈ നമ്മളെ ഫാമിലിയിൽ ഒരു പുള്ളിക്കാരനും കൂടെ ഉണ്ട്, നോക്കിയ എന്ന് പറഞ്ഞിട്ട്. 5 മിനിറ്റ് മുമ്പേ ലൈന് സെറ്റ് ആയിട്ടുള്ളൂ. എന്താണ് അഭിപ്രായം? അത് എത്ര മണിക്കൂർ പോവും? ഓം കുടുക്കാനന്ദ സ്വാമി ഹംസ. അത് ഞാൻ അവനെ കണ്ടായിരുന്നു. അവൻ ഒരു തലതെറിച്ചവനാണ്. പക്ഷെ ആ കുട്ടി പാപം മിയ. അതെ, മിയ. അതല്ലേ ഇതൊക്കെ ഞാൻ ഇതൊക്കെ നേരത്തെ അറിഞ്ഞു. ഞാൻ വരുന്ന വഴിക്ക് ഇതൊക്കെ കണ്ടു, ഇതെല്ലാം അറിഞ്ഞു. സ്വാമി ഒരു കില്ലാടി തന്നെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, കുട്ടി പാവമാണ്. ആ ചെറുക്കൻ പിഴ, ലോക പിഴ. സ്വാമി ഇതെങ്ങനെയാണ് ഇത്രയും കറക്റ്റ് ആയിട്ട് പറയുന്നേ? ആ കുട്ടീനെ, ആ ചെറുക്കനെ നന്നാക്കിയിട്ടാണെങ്കിൽ കല്യാണം മുമ്പോട്ട് പോവാം. അല്ലാതെ ആ കുട്ടീനെ കെട്ടിച്ചു കൊടുത്താൽ ആ ചെറുക്കൻ പിഴ. നമ്മളെ ഫാമിലിയിൽ ഒരു കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരുണ്ട് സ്വാമി. ഒരു കുറുപ്പ് തന്നെ അങ്ങനെ ഉണ്ട്. ആ പുള്ളി അങ്ങനെ ഉണ്ട്. ഒന്ന് ചോദിച്ചേ ബ്ലൂബ്ലൂനോട്. മൊത്തം പറയാൻ നിൽക്കണ്ട, എന്നാലും കുറച്ച് കുറുപ്പ്. മറ്റേ ചുള്ളൻ. അതെന്താ ഇപ്പൊ കൊന്ന? വരുന്ന വഴിക്ക് ഞാൻ കണ്ടായിരുന്നു കുറുപ്പിനെ. എങ്ങനെയുണ്ട് ആ പുള്ളി? ഒരു സുന്ദരൻ. ആ പുള്ളിയല്ലേ? തലയില് കുരിശൊക്കെ ഇല്ല, തല കുരിശില്ല. പുള്ളി തന്നെ നമുക്കൊരു കുരിശാണ്, അല്ലാതെ തലയിൽ കുരിശൊന്നും ഇല്ല. അതെ അതെ. പക്ഷെ എന്റെ ബ്ലൂ അങ്ങനെ പറയാറില്ല. ശിവാനന്ദ സ്വാമിയെ ഞാനാണല്ലോ ദൈവമേ. അത് പാളി. രണ്ടും ഒന്നാണ്. നമ്മുടെ ശരീരം രണ്ടാണെന്നേ ഉള്ളൂ, മനസ്സൊന്നാണ്. ശരീരം രണ്ടാണെന്ന് പറഞ്ഞല്ലോ. ഈ പുള്ളി തലേന്ന് ആരാ? ഈ മുഖത്തെന്താണ് ഈ ചുമന്ന? അത് മറ്റേ ലൈവ് ഇടലുണ്ട് ഇടക്ക്. അല്ല സ്വാമി, ഇത് പറ, മറ്റേ ഈ എന്താണ് കുറുപ്പിനെ പറ്റി എന്താ പറ? കുറുപ്പിനെ പറ്റി പറയാനാണെങ്കിൽ കുറെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒറ്റ വാക്കിൽ കിക്കിടിലൻ കേമൻ എന്നാണ് പറയുന്നത്. അങ്ങനെ കുറുപ്പ് ഡെന്നി, അതല്ലേ കുറുപ്പ് ഡെന്നി. ഓ, കിക്കിടിലൻ കെങ്കേമൻ. കെങ്കേമനാ? അങ്ങനെ അവൻ ചാൻസ് ഇല്ല സ്വാമി. നമുക്ക് ആള് മാറി. ബ്ലൂബ്ലൂന്റെ സ്കാനിങ് തെറ്റി. ലെജിറ്റ് ആണെന്നല്ലേ മാക്ക് പറഞ്ഞേ? ഞാൻ എന്റെ കണ്ണോട് കണ്ടില്ലേ കുറുപ്പിനെ. അവന്റെ കണ്ണിലുണ്ട് ആ തീ. തീയല്ല പാറി. സ്വാമി, നമ്മളെ ഫാമിലി റെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരുണ്ട്. റെക്സിനെ പറ്റി എന്താ അഭിപ്രായം? റെക്സിനെ പറ്റി അഭിപ്രായം മോശമാണ്. പക്ഷെ പുള്ളി അത്ര വലിയ പെശകുള്ളവനല്ല. മനസ്സിലായില്ലേ? ഈ വള്ളികളിലൂടെ കൂടെ പോയി പെശകാവുന്നതാണ്. ഈ പേരെന്തായിരുന്ന ആ ചെറുക്കന്റെ വള്ളി, തലമുടി വെള്ളയുള്ള ചക്കായി. പിന്നെ അതോ ബാക്കി നിൽക്കുന്ന നീലമുടിയൻ. നമ്മുടെ ഫാമിലി പപ്പടം എന്ന് പറഞ്ഞിരുന്നുണ്ടോ? അത് ഞാൻ പറയണോ സ്വാമിജി പറയുന്നോ? സ്വാമി ജപിക്കുന്നത് ശുക്ലാനന്ദ സ്വാമി പറഞ്ഞത് ഞാൻ പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം വിനീത് നല്ലൊരു ചെറുക്കനാണ്. പക്ഷെ നല്ലൊരു ചെറുക്കനാണ്. പക്ഷെ എന്ത് ചെയ്യാന്, കൂട്ട് ഞാൻ പറഞ്ഞില്ല, ഈ സൈഡിൽ ഇരിക്കുന്ന ഫ്ലഫിലൂടെയും അവരുടെയൊക്കെ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. സ്വാമി അത് വിടൂ. ഏറ്റവും മെയിൻ ഉള്ള ഒരാളെ നമ്മൾ മിസ് ചെയ്തു. നമ്മുടെ കുടുംബത്തിൽ തന്നെ ജോഷുവ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ഓ, പിഴ
കേക്കണ്ട എനിക്ക് അതിനെ കുറിച്ചുള്ള പേര്. അവന്റെ പേരേ കേക്കണ്ട എനിക്ക്. അല്ല ബിലാലിക്ക ജോഷ എന്ന് പറഞ്ഞപ്പോ ആ ബ്ലൂ ബ്ലൂ ഡെഡ് ആയി കേട്ടാ. കേക്കണ്ട. ബിലാലിക്ക ഇച്ചിരി മെയിൻ ആണെന്ന് പറയുന്നുണ്ട്. ദാമ്പത്യ ജീവിതമൊക്കെ എങ്ങനെയാ? ദാമ്പത്യ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. അപ്പൊ നീ നന്നാടാ. അത് സ്റ്റോൺ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ആരത്? അല്ല ബില്ലാലിക്കയുടേത്. അത്രയ്ക്ക് മാത്രമല്ല വേറെ എവിടെയൊക്കെയോ കല്ലായി. സാമാനത്തിലും അല്ല ഈ സ്വാമി എന്തിനാ ചുമ്മാ വന്നിരിക്കുന്നതാണോ? ഈ സ്വാമി അങ്ങനെ ഒന്നും പറയില്ല. ഈ സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ പോകും. സ്വാമി പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഭയങ്കര പവർഫുൾ സാധനങ്ങളായിരിക്കും. കാരണം അച്ചിട്ടായിരിക്കും. ആണോ? സ്വാമിയുടെ അടുത്ത് മോത്തോടെ പോയി നിൽക്കരുത്. ചിലപ്പോ നിങ്ങൾ തല ഇറങ്ങി വീഴും. അതെങ്ങനെ മോത്തോടെ പോയി നിന്നു പറഞ്ഞാൽ പല്ല് കേൾക്കുന്ന കാര്യം പറഞ്ഞ കുളിക്കുന്ന ഇതെന്താണ് ഈ സ്വാമി? അല്ല സ്വാമിയാ? സ്വാമി അല്ലല്ലോ ഈ പുള്ളി. അല്ല നമ്മളെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, ഒരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നു നമ്മളെ ഫാമിലിയില്, ഉസ്മാൻ. ഉസ്മാനെ പറ്റി എന്താ അഭിപ്രായം സ്വാമി? ഹോം ക്രീം 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 ബിസ്ക്കറ്റ് ക്രീം ഐസ്ക്രീം. അയ്യോ ദൈവമേ എന്തൊക്കെയോ വന്നു. കിക്കാറ്റ് ഐസ്ക്രീം ഒക്കെ വന്നല്ലോ. ചെറിയ ചെറുക്കനാണോ? പക്ഷെ നല്ല ചെറുക്കനാണ്, പാവം. തക്കായി എന്താ അവിടെ സാധനം താത്താൻ പോകണ്ട, അങ്ങോട്ട് പോവാ. മനസ്സിൽ കല്ലില്ല ആ ചെറുക്കന്. മനസ്സിൽ കല്ലോ? കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളൊന്നുമില്ല, എല്ലാം തുറന്നടിച്ച് പറയും, സത്യങ്ങളെ പറയുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ചെറുക്കനാണ്. മാക്കിനെ പോലെ അല്ല. അല്ലല്ലോ ഉസ്മാനെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ വണ്ടി ആരാണ് ഈ കൂട്ടത്തില്? W വെച്ച് അവസാനം വരൂന്ന് പറയുന്നു. പക്ഷെ പേര് അങ്ങോട്ട് മൊബൈലോ നോക്കിയ W എന്ന് പറഞ്ഞ ഒരുത്തനാണ് വള. അതിന്റെ കൂട്ടത്തിൽ വേറൊരു പേരും വരുന്നുണ്ട്. ആരാ? ചുണ്ണിയല്ല, ചിന്നക്കുണ്ടി. അതാരാണ്? ഓക്കെ അതല്ല അതുമല്ല. ടക്കായുടെ പേര് തന്നെയാണല്ലോ മുൻപന്തിയിൽ. അതെ ടക്കായി വരുള്ളൂ. ടക്കായി വരും. കുടുംബത്തെ നാശത്തിലോട്ട് നയിക്കുന്ന ടക്കായി എന്നാണ് അറിയുന്നത്. പരമാർത്ഥം പറയുമ്പോ മാക്ക് എന്നെ ഒരു പാവേനെ പോയാന്ന് മാക്ക്. അല്ല അയ്യോ അങ്ങനല്ല. അല്ല സ്വാമി ഒരു ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്, എന്താ അഭിപ്രായം? ഇസ്മായില് ഹോം ക്രീം. ഇസ്മായില് കൊറിയയിൽ നിന്നാണ്. കൊറിയൻ. അതെ ക്രീം തേച്ച് നടക്കുന്നുണ്ട് പുള്ളി. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വൈറ്റനിങ് ബ്രിട്ടീഷ് വൈറ്റനിങ്. നമ്മുടെ മെയിൻ ഒരാളുണ്ട് കൊറേന്ന് ജപ്പാനിൽ പോയി ജാസിയാസിന്റെ മേടിച്ചാണോ? അതെനിക്ക് അറിഞ്ഞൂടാ. അത് ചോദിക്കണോ? മാലിക്കിനെ പറ്റി ചോദിച്ചില്ലല്ലോ. സൂയിനെ മാലിക്. വരട്ടെ. ഓ ഇത്രയൊക്കെ ഉണ്ടോ? അതൊരു പിറവിയാണ്. അവതാരപ്പിറവി. മനസ്സിലായില്ലേ? പിറവിനെ കൂടെ നിർത്തിക്കോ. ആണോ? ബാക്കിയുള്ളവർക്കേ ദോഷമുള്ളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല. അതാരാണ്? എന്താണ് ഇല്ലില്ല റൊണാൾഡോയ്ക്ക് ഒന്നും സാധിക്കില്ല. സ്വാമി ഇതുവരെ സംസാരിച്ചു നോക്കേ, മനസ്സിലായ? റൊണാൾഡോനെ പറഞ്ഞു കഴിഞ്ഞാൽ കളി മാറുവേ. ഇതുവരെ ഞാൻ അല്ലല്ല ഇത് കളി മാറോ സ്വാമി? റൊണാൾഡോ കാരണം ഞാൻ അതിന്റെ സ്റ്റേഡിയത്തിന് മേളിൽ ഇരുന്ന് കാണുക എയറിൽ. ഞാൻ ആ മേഘങ്ങളുടെ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. റൊണാൾഡോയ്ക്ക് ബോള് കിട്ടിയിട്ട് പോലും അടിക്കാൻ പറ്റുന്നില്ല, കാരണം പ്രായമായി. എന്നെ പോലെ സ്വാമി ടൈറ്റ് മാർക്കിംഗ് ആയിരുന്നു സ്വാമി, മനസ്സിലായ? പത്ത് ആൾക്കാർ കൂടിയിരുന്ന് കണ്ട് ഒരാളെ അടങ്ങിയിരിക്കണമായിരുന്നു. എന്താണ് പുള്ളിക്കാരൻ ഈ പ്രായത്തിൽ ഓടി നടക്കുന്നത്? പുള്ളിക്കാരന് ഇത് ഇപ്രാവശ്യത്തെ കപ്പ് നമ്മൾ അല്ലല്ല ബ്ലൂ പറഞ്ഞ് എഴിച്ചു പോവാൻ. മെസ്സി ഫാൻസ് തോൽക്കുമ്പോ കൊഞ്ഞനം കുത്തി പോകുന്ന മെസ്സി ഫാൻസ്.
പ്യുവർലി സ്വാമി ഒരു മെസ്സി ഫാനാണ്. ആ പറ പറ. ഇങ്ങോട്ട് തന്നെ. അർജന്റീന അണ്ടി തല്ലുപോയാ തല്ലുപോയാന്നോ? ഇല്ലല്ല, എനിക്ക് ഷെയ്ക്ക് ഓഫ് പ്ലേയിങ് ഒക്കെ കാണിക്കും. ഓഫ്ലൈനാ. കൊറേ പേര് ഇങ്ങനെ ഇതായി പോകുന്നുണ്ട്, എന്താ അറിയില്ല, കട്ടായി പോയാന്നറിയില്ല. അപ്പൊ നമ്മള് തിരിച്ച് സിറ്റി പോവാ. ബാ നമ്മളെ മറ്റേ സാധനം പറഞ്ഞോ, എന്താ അതിനെ പറയാ, സിറ്റി പോവാ തിരിച്ച്. ആ പോവാ. ശുക്ലസ്വാമി എനിക്കറിയാം. ശുക്ലസ്വാമി ഇടയ്ക്ക് ശരിക്കൊന്നും ഒറ്റക്ക് വരുമോ? വരൂ, വെള്ളം മുടി മാക്കെ വണ്ടി എടുക്കല്, നീ എടുക്കല്, വേറെ ആരെടുത്താലോ വണ്ടി നീ എടുക്കല്. ഹലോ ലയാ പറഞ്ഞോ. ആ പറ. അല്ല ഷെയ്ക്കേ, തക്കായിക്ക് എന്തൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? തക്കായിക്ക എന്തോ ആഗ്രഹം പറ. സമയം കളയല്ല. തക്കായിക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം. അല്ല ഇവള് പറഞ്ഞ ഷെയ്ക്ക് ഏട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒന്ന് കെട്ടിച്ചേരുവോ നമ്മളെ രണ്ടാളെയും? നിന്റെ കല്യാണം എന്റെ സുന്നത്ത് പോലും കഴിഞ്ഞിട്ടില്ല. നീ എടാ നിങ്ങളേറെ എത്ര പ്രായം എനിക്കെന്നറിയാ നാറികളെ. എടാ നമ്മൊന്നും പെണ്ണ് കെട്ടിട്ടില്ലടാ. അതിന് മുമ്പ് നിങ്ങൾ ഡേറ്റ് ഒക്കെ ചെയ്ത്, ഞാൻ പറയട്ടെ, ഈ രണ്ട് ഈ അണ്ണാൻകുട്ടികളൊന്ന് തോളുന്നിറങ്ങിയാണ്. എന്നിട്ട് ഈ എനിക്ക് എന്റെ രണ്ട് ഈ ടക്കായി സക്കായി മാത്രം ഒന്ന് ഇവിടെ ഒന്നാണ്. അല്ല ടക്കായി നോക്കി മാത്രം കിട്ടുവാ. ഒരു മിനിറ്റ്. നിനക്ക് ആ കല്യാണം ഞാൻ തരുന്നുണ്ട്, വെയിറ്റ് നോക്കിയാ. ഞാൻ പറയട്ടെ, ഇതൊന്നും ഒന്നിന്റെയും തുടക്കമല്ല, ഒന്നിന്റെ അവസാനമല്ല, മനസ്സിലായോ? ഇതിലും നല്ലത് ചിലപ്പം വരും, മനസ്സിലായോ? അപ്പൊ ആദ്യം നിങ്ങള് ഇതൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഡേറ്റിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളൊരു പോടാ പുണ്ടശോനെ മിണ്ടാണ്ടിരി. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ജീവിതം മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിന്നുള്ളത്. ആ സ്വാമി വരുന്നു. സ്വാമിനോട് ചോദിച്ചോ. സ്വാമി, ആ സ്വാമി, ഞാനും ലയും നോക്കിയും മീയും തമ്മിൽ കെമിസ്ട്രി എന്തോ? നിങ്ങൾ 4 പേര് തമ്മിൽ എന്തിനാ കെമിസ്ട്രി? അങ്ങനല്ല, നോക്കിയ മീയ ലയ ടക്കായി. അതിന്റെ മറ്റേ ഗ്രഹണം വല്ല നോക്കൂ. എന്റെ കൂടെ ഒറ്റയ്ക്ക് വിടൂ, ഞാൻ കെമിസ്ട്രി എന്താന്ന് അറിഞ്ഞു വിടാം. സ്വാമിന്റെ അടുത്ത് കേട്ട് കഴിഞ്ഞാൽ ബയോളജി ആവും. വേണ്ട എല്ലാരെയും കൊണ്ടുപോകുന്നുണ്ട് ചക്കായിനെ. സ്വാമി എന്റെ റിലേഷനെ പറ്റി ഞാൻ പറയട്ടെ സ്വാമി, ഇതിപ്പം ഇവന്മാരെക്കാട്ടിലൊക്കെ പ്രായം കൂടുതൽ എനിക്കാണ് സ്വാമി. പക്ഷെ നടക്കാവുന്ന ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയട്ടെ സ്വാമി കേക്കാവോ, ഇത് ഇവന്മാരെക്കാട്ടിലൊക്കെ പ്രായം കൂടുതൽ എനിക്കാണ്. ഇപ്പം ടക്കായിക്കും നോക്കിയേക്കും ഇപ്പൊ തന്നെ കല്യാണം ഉണ്ടാക്കണം എന്നാണ് അവന്മാര് പറയുന്നത്. ഞാൻ അവന്മാരുടെ അടുത്ത് പറയണത് എന്താ വെച്ചാല് കുറച്ചൊക്കെ ഡേറ്റ് ചെയ്ത് ഇവരൊക്കെ തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് പോരെ അങ്ങനത്തെ ഒരു ബന്ധങ്ങളിലേക്ക് പോകുന്നത്. കുടുംബത്തെ ഏറ്റവും മൂത്തത് ഇപ്പം വരുന്ന നിലയ്ക്ക് ഷെയ്ഖാണ്. അത് കഴിഞ്ഞ് 30 വയസ്സ് മാക്കിന്റെ കല്യാണം കഴിഞ്ഞതാണ്. മാക്ക് കാര്യൊന്നുമില്ല. അത് നല്ലൊരു ദാമ്പത്യമായിട്ടൊന്നല്ല. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ പിന്നെ ഉറപ്പുണ്ടല്ലോ. അത് കാര്യമില്ല, കഴിവില്ല. കുറുപ്പിന്റെ ഷെയ്ഖിന്റെ കഴിഞ്ഞിട്ട് ഇവരുടെ കല്യാണം മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ബ്ലേക്കും ഉണ്ട് കേട്ടാ, ബ്ലേക്കിന്റെയും കഴിയണം. വള്ളി പിടിക്കാം. ഇവിടെ ഒരു വലിയ പ്രശ്നം എടാ ടക്കായി, ഇനി അങ്ങാനും വള്ളി പിടിച്ചാൽ നിന്റെ തല അടിച്ച് ഞാൻ തിരിക്കും, മനസ്സിലായോ? മെയിൻ ആള് മാക്കാണെന്നാണ് അറിയുന്നത്. ടക്കായിക്കുള്ള ഞാൻ കൊടുത്തോളാം. അവനെ അവളെ മേത്ത് കയറ്റാതെ അവന് നടത്താൻ കഴിയൂല. അവന് ഷെയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇത് പറഞ്ഞേ പറ. അതായത് ഈ ടക്കായിന് നോക്കിയതിന്റെ സുന്നത്ത് പോലും കഴിഞ്ഞിട്ടില്ല, അത് ആദ്യം കഴിക്കണ്ട. എടാ ഇവന്മാർക്കൊന്നും ഇത് മൂത്രയിച്ചാൽ മാത്രമുള്ള സാധനമാണെന്നേ അറിയുള്ളൂ. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ പറഞ്ഞു കേട്ടാ, വായി പൊട്ടിക്കോടാനി മെറ്റടിക്കല്ലേ മറ്റേ അല്ല ആർന്ന് കേട്ടി കേട്ടാ. വാ